ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈർക്കിളി കോർത്തൊരു ചെമ്മീൻ ഫ്രൈ ആണ്. അടിപൊളി സംഭവമാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ചെമ്മീൻ നല്ല വൃത്തിയായി കഴുകിയ ശേഷം നമുക്ക് ഒരു ഈർക്കിളി അതിൻ്റെ ഉള്ളിലൂടെ കിടത്തി നല്ലോണം റെഡിയാക്കിയെടുക്കാം. പിന്നെ അതിൻ്റെ തൊണ്ട് പൊളിച്ച് കളയാൻ നമുക്ക് ഈർക്കിളി വെച്ച് കഴിഞ്ഞാൽ തൊണ്ട് പൊളിച്ച് കളയാൻ എളുപ്പമാണ്. പെട്ടെന്ന് നമുക്ക് റെഡിയായി കിട്ടും. അത് കഴിഞ്ഞ് നമുക്ക് ഒരു പ്ലേറ്റ് എടുത്ത് അതിലേക്ക് അല്പം കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരല്പം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ അല്പം മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, അല്പം ഗരം മസാലയാണ് അത് ചേർത്ത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്, അല്പം കോൺഫ്ലവറും ഒരു സ്പൂൺ മൈദയും കൂടെ ചേർത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് അതിലേക്ക് ഒരു നാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് നന്നായിട്ടത് കുഴച്ചെടുക്കണം. നല്ല മിക്സാക്കി എടുക്കുക. നമുക്ക് കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടെ ചേർത്ത് ശരിക്കും ഒന്നുകൂടെ നന്നായിട്ട് അത് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് അതിലേക്ക് ഈർക്കിളി കോർത്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ട് കൊടുത്ത് നല്ലോണം തേച്ച് പിടിപ്പിക്കണം. ഇതൊരു മണിക്കൂറെങ്കിലും നമ്മൾ വെക്കണം. അരമണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ അരപ്പൊക്കെ ചെമ്മീനെ പിടിച്ചു കിട്ടും. അത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്കൊരു പാനെടുത്ത് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടായ ശേഷം നമുക്ക് ഓരോന്നിനെ എടുത്ത് നമുക്ക് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം. അധികം വേവൊന്നുമില്ല. അധികം വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു റബ്ബർ ഉണക്കാവും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ഇട്ട് ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്താൽ മതി ഒരു വശം. പെട്ടെന്ന് തന്നെ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഈർക്കിളി കുത്തിക്കൊണ്ട് മറിച്ചിടാൻ എളുപ്പമാണ്. സംഗതി ഏകദേശം റെഡി ആയിട്ടുണ്ട് സംഭവം. നമുക്കതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി സെർവ് ചെയ്യാനായിട്ട് എടുക്കാവുന്നതാണ്. സംഭവം റെഡി ആയിട്ടുണ്ട്. നമുക്കത് കഴിച്ചു നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം പറയാം. നമുക്ക് അല്പം നാരങ്ങ പിഴിഞ്ഞ് അതിൻ്റെ മണ്ടയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ തല ഇങ്ങനെ ഞുള്ളിക്കളയണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കഴിച്ചു ഉഗ്രസാധനം. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.